ഒരു കിടാവിന് 4 ലിറ്റർ പാലെങ്കിലും കൊടുക്കണം. വളർന്നൊരു പശുവായിട്ട് മാറും. എന്തെങ്കിലും തെറ്റുകളോ ഇവര് ഇപ്പം അത്ര ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. അങ്ങനെ ലാഭകരം ഞങ്ങൾക്ക്. പാല് കുറഞ്ഞ പശുക്കളെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ ഇടയ്ക്ക് പശുക്കളുടെ അളവ് കാണും. അളവ് കൊണ്ട് 5 താഴെയുള്ള പശുക്കളടി മാറ്റിയിട്ട് പുതിയ പശുക്കളെ മേടിക്കണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാടിക്കടുത്ത് കൊറ്റമ്മ എന്ന സ്ഥലത്താണ്. ഇവിടെ ജോണി ചേട്ടൻ പശുമാൻ കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ 29 പശുക്കളാണുള്ളത്. ടോട്ടൽ പാലുൽപാദനം 270 ലിറ്റർ പാലുൽപാദനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പശുഫാമിനോട് ചേർന്ന് തന്നെ അപ്പുറ സൈഡിലായിട്ട് ചെറിയൊരു കിടാരി പാർക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ജോണി ചേട്ടൻ. ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ചേട്ടൻ്റെ പശുക്കളൊന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം. ഇവിടെ എത്ര പശുക്കളുണ്ട് ടോട്ടല്? ഇപ്പോൾ 29 പശുണ്ട്. 29. അപ്പോൾ എത്ര പശുക്കളാണ് തുടങ്ങിയപ്പോൾ? ആദ്യം ഞങ്ങളൊരു കിടാക്കളുടെ കിടാരി യൂണിറ്റ് സർക്കാരിൽ നിന്ന് തന്നു. അത് വെച്ചിട്ട് തുടങ്ങിയത് ഞങ്ങളൊരു 10 ആൾ കൂടി. അത് കഴിഞ്ഞിട്ട് അത് അത്ര സക്സസ് ആയില്ല. അവരത് നിർത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇത് പശു ഫാമായിട്ട് തുടങ്ങിയത്. കിടാരി ചെന പിടിപ്പിച്ച് പ്രസവിക്കാറായ ഐറ്റംസുകൾ. നഷ്ടം വേറെ വരുമാനങ്ങളൊന്നുമില്ലല്ലോ. പാലില്ല, ഈ കയ്യിൽ നിന്ന് തീറ്റ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 10 ആൾ കൂടി ഇങ്ങനെ ഷെയർ കൂടി തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല. അങ്ങനെ പല കാര്യങ്ങളും വന്നു. അത് നഷ്ടമാണ്. പിന്നെ അവരുടെ പണിഭാരം, അധ്വാനം ഇതൊന്നും അവർക്ക് കിട്ടണില്ല. അത് നഷ്ടമായപ്പോൾ അവരത് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുത്തു. പിന്നെ അതുങ്ങളൊക്കെ വിറ്റിട്ട് പാലുള്ള അതിനകത്ത് കുറച്ച് പശുക്കൾ പ്രസവിച്ചു, ചെന പിടിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പശുക്കളെ കൂട്ടി ഇതെടുത്തു. അങ്ങനെ മുന്നോട്ട് പോയി. നല്ല മുന്തിയ ഇനങ്ങൾ എടുത്താൽ അല്ലെങ്കിൽ നഷ്ടാവില്ല. പാല് കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ കുറച്ച് വീടുകളിൽ നിന്ന് എടുത്തു. പിന്നെ തമിഴ്നാട് പൊള്ളാച്ചിന്ന് എടുത്ത സ്കീമുകൾ വരുമ്പോൾ പൊള്ളാച്ചി പോയി എടുക്കണം. 2 നേരം കൂടി. ഒരു 15 വർഷത്തേക്കുള്ളായി. ഞാൻ ആദ്യം മിൽമയിലെ മഞ്ഞപ്പുറ സംഘത്തിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ അപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇത് തുടങ്ങി. പിന്നെ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി. കിടാരി ഫാം നിർത്തിയിട്ട് ഒരു 10-15 പശുവിന് തുടങ്ങിയ. അയാൾ ഇത്ര ഹൈറ്റ് ഒന്നും ഉണ്ടായില്ല. അത് പിന്നെ കുറച്ചുകൂടി ഹൈറ്റിൽ പണിത് ഇപ്പോൾ പുതുക്കി പണിതിട്ട് 2 വർഷമായുള്ളൂ. അല്ല, കുട്ടികളെ നിർത്തൽ അന്ന് ഉണ്ടായില്ല. ഇപ്പോഴാണ് കുട്ടികളെ നിർത്താൻ തുടങ്ങിയ. ഈ പശുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ട്. നല്ല ഇനം പശുക്കളെ കിട്ടണില്ല. പിന്നെ അന്യായ വില. തമിഴ്നാട്ടിൽ പോയാലും കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കിടാക്കളെ വളർത്തി പശുവാക്കാനായിട്ടുള്ള ശ്രമത്തിലായി. ഇത് ഞങ്ങൾ കറവ പശുക്കളെ മേടിച്ചു കൊണ്ടുവരാണ്. പൊള്ളാച്ചിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെ ഇവിടുന്ന് നാടൻ നാട്ടിൽ നിന്ന് നല്ല പശുക്കളെ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും. 1-2 പശുക്കളാക്കി അങ്ങനെ. തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് KS സുപ്രീം, പിന്നെ ഒരു സൈസ് ചോളത്തിൻ്റെ തൊണ്ട്, പിന്നെ അത് 2 തീറ്റയായിട്ട് കൊടുക്കണം. പിന്നെ കാലത്ത് വൈക്കോല് കൊടുക്കും. ഉച്ച കഴിഞ്ഞ് പുല്ലും പൈനാപ്പിളിൻ്റെ തണ്ടും കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ശരിക്കും പാൽ ഉൽപ്പാദിക്കുന്ന ഈ സൈഡിലെ പശുക്കളുള്ളൂ. ബാക്കിയൊക്കെ ചെനയും ഇടക്കറിയായിട്ട് നിൽക്കുന്നതാണ്. അതെ, കൂടുതലുള്ളത് ഇവിടെ ചെനയും ഇടക്കറിയായി. ചെന പിടിക്കാൻ കിട്ടാത്തത് അങ്ങനെയുള്ള. കിടാരി ഫാം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മഞ്ഞപ്പുറ സൊസൈറ്റിയിൽ മിൽമയിൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ 35 വർഷത്തോളം സേവനം ചെയ്തു. പിന്നെ ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 2 ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇങ്ങനെ കിടാരി യൂണിറ്റ് കൊടുക്കേണ്ട സബ്സിഡി ഉണ്ട്, അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ
തരാൻ പറ്റും കിടാരി ഫാം തുടങ്ങുമ്പോൾ? കിടാരി ഫാം തുടങ്ങുന്നതിനെങ്ങാണ്ട് 2 ലക്ഷം 3 ലക്ഷമായിട്ട് സബ്സിഡി കിട്ടി. പിന്നെ പശു ആക്കി വളർത്തിയപ്പോഴും സബ്സിഡികൾ കിട്ടി. അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ കാലത്ത് 160 170 ലിറ്റർ പാല് കിട്ടും. ഉച്ച കഴിഞ്ഞ് 110 അങ്ങനെ റേഞ്ചിലാണ് പോകുന്നത്. ഇല്ല, കാലത്ത് ഞങ്ങൾ ഡോർ ഡെലിവറി നടത്തണ്ട്. ഞാൻ കുറച്ച് വീടുകളിൽ പാല് കുപ്പിയിലാക്കി നിറച്ച് കൊണ്ടു കൊടുക്കും. അതൊരു 100 ലിറ്റർ പാലുണ്ടാവും. പിന്നത്തെ ഡയറി കൊടുക്കും മിൽമ സൊസൈറ്റിയിൽ. പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ വാങ്ങിക്കും, വീട്ടുകാർ കൊടുക്കാത്തവര്. ഡയറി ഫാം നഷ്ടമായിരുന്നു. അതിൽ നിന്ന് പിന്നെ പശുവായി ഫാമായി വളർത്തിയപ്പോൾ ലാഭകരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പോഴും ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കുറച്ച് പ്രയത്നിക്കേണ്ടി വരും. ഈ തീറ്റ കൺട്രോൾ ചെയ്യണം, പശുക്കൾക്ക് അസുഖം ഉണ്ടാവരുത്. പശുക്കളെപ്പോഴും നമ്മൾ കെയർ ചെയ്യണം. കാരണം ഇവരന്മാരെ മാത്രമേ ഏൽപ്പിച്ചുകൊണ്ട് പോയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മളും ഞങ്ങൾ ഭാര്യയും ഞാനും എപ്പോഴും ഒരു ഫീൽഡിലുണ്ടാവും. എന്തെങ്കിലും തെറ്റുകളോ ഇവർ ഇപ്പോൾ അത്ര ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണവർക്ക്. അങ്ങനെ ലാഭകരം ഞങ്ങൾക്ക്. അപ്പോൾ കാലത്ത് ഒരു 160 ഉച്ച കഴിഞ്ഞിട്ട് ഒരു 110 ലിറ്ററും ഈ പാൽ ഉൽപ്പാദനം മെയിൻറ്റെയിൻ ചെയ്യാൻ ചേട്ടൻ എന്താ ചെയ്യണേ? അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് പാല് കുറഞ്ഞ പശുക്കളെ തിരഞ്ഞെടുക്കും. ഞങ്ങൾ ഇടയ്ക്ക് പശുക്കളുടെ അളവ് കാണും. അളവ് കണ്ടിട്ട് 5 താഴെയുള്ള പശുക്കളടി മാറ്റിയിട്ട് പുതിയ പശുക്കളെ മേടിക്കാനുള്ള സംവിധാനം ചെയ്യും. കാശില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വായ്പ പിടിച്ച് പശുവിനെ കൊണ്ടുവരും. ഏതെങ്കിലും ഒരു പശുവിന് പാലുൽപാദനം കുറവാണെങ്കിൽ നല്ലൊരു പശുവിനെ വാങ്ങിക്കും. ഈ 160 170 കാലത്ത് ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടണം. എന്നാലും നമുക്കൊരു ലാഭകരമുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുമ്പോൾ കൂടുതൽ ഏതിനാ വാങ്ങാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ കൂടുതലും ജേഴ്സി ഇനത്തിനെ വാങ്ങിക്കുള്ളൂ. കാരണം പാലിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കും. കൊഴുപ്പുണ്ടാവും. അതല്ല മറ്റേ HF ഇനത്തിൽപ്പെട്ടതെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പാല് വെള്ളം പോലെ വീടുകളിൽ കൊടുക്കുമ്പോൾ ആൾക്കാർ പാല് വെള്ളം ചേർത്തിട്ട് മോശമാണെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇടക്കറവയും ഇളം കറവയും കൂടി മിക്സ് ചെയ്ത് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. മിക്സിംഗ് രീതിയാണ്. പുല്ല് കൊടുക്കും, മിക്സ് ചെയ്ത് കൊടുക്കണം. ഇന്ന് പുല്ല് പറ്റിയില്ല, അതുകൊണ്ട് ഇത് മാത്രമായിട്ട് കൊടുക്കും. ഇത് കൊടുക്കും. പ്രശ്നമില്ല, പാല് കുറയൊന്നുമില്ല. പുല്ല് വെട്ടാൻ ഇവർക്ക് സമയം കിട്ടിയില്ല. എങ്ങനെയുള്ള വിഷയം വരുമ്പോൾ ഇത് തന്നെ ഇട്ട് കൊടുക്കും. ഇപ്പം ഇത്തിരി ടൈറ്റാ പൈനാപ്പിൾ തണ്ടിന്. ഇപ്പം കിലോ 2.20 തന്നിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചു പറഞ്ഞു 2.40 പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ലാഭകരം. അത് ലാഭം ഇത് തന്നെയാണ്. പക്ഷെ പുല്ല് കൊടുത്താൽ ഇതിൻ്റെതായ പശുക്കളിൽ അതിന്റെ ഗുണം കൂടുതൽ ചെയ്യും. കുടുംബം ഒരുമിച്ച് നിന്നാലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് പശു വളർത്തലൊക്കെ സഹായിക്കുന്നത് ചേട്ടന്? സഹായിക്കും. പാല് അളക്കാൻ വരെ കുപ്പിയിലാക്കാൻ ഒരാൾ വരുന്നുണ്ട്. ഒരാളെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അളന്നൊക്കെ കൊടുക്കും ഞാൻ. ഇല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. 5-6 പശുവൊക്കെ ചെയ്യാം. കൂടുതലുള്ളപ്പോൾ പറ്റില്ല. അപ്പോൾ സഹായിച്ചേ പറ്റും. ഇപ്പോൾ ഇവിടെ പശുക്കുട്ടിയെ നിർത്തുന്നുണ്ട്. ഇവിടെ പശുക്കളാണെങ്കിൽ അവിടെ പശുക്കുട്ടി അങ്ങേ സൈഡിലാണ്. പശുക്കുട്ടികളെ സെപ്പറേറ്റ് ഇടുകയാണ്. അല്ലെങ്കിൽ അതിനകത്താക്കി കഴിഞ്ഞാൽ ഇതാണല്ലേ ചേട്ടാ. അപ്പൊ ഇവിടെ എത്ര പശുക്കുട്ടികളുണ്ട്? ഇപ്പൊ പശുക്കുട്ടികൾ 7 ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ തീറ്റയുടെ കാര്യത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം? ഇപ്പൊ പശുക്കുട്ടി തീറ്റയ്ക്ക് വില കൂടുതലല്ലേ? അല്ല, ഞങ്ങൾക്ക് ഇത് കാഫ് സ്റ്റാർട്ട് പറഞ്ഞൊരു തീറ്റ SK ഇറക്കുന്നുണ്ട്. ആ തീറ്റ മേടിച്ചു കൊടുക്കും. പിന്നെ മീനെണ്ണ അത് കിലോ 30 രൂപ. നമുക്കത് ലാഭകരമാണോ? അത് ലാഭകരം നോക്കിയിട്ടല്ല, നല്ല പശുക്കളെ കിട്ടാൻ വേണ്ടി നമ്മളിത് ചെയ്യണു, അത്രേ ഉള്ളൂ. പശുവിന് ഒരു ദിവസം ഒരു കിടാവിന് 4 ലിറ്റർ പാലെങ്കിലും കൊടുക്കണം. വളർന്നത് പശുവായിട്ട് മാറും. നല്ല പാലുൽപാദനം. ഇതിപ്പോ സെപ്പറേറ്റ് ഈ ഇടയ്ക്ക് പണിതാണോ? ഇതിപ്പോ പണിത ഈ കിടാക്കളെ വളർത്താനുള്ള ലക്ഷ്യം വെച്ച് ഇപ്പൊ പണിതാ. അതിനകത്ത് കിടക്കലും പിടിക്കലും എപ്പോഴും വെള്ളവും. ഇതിപ്പോ ഞങ്ങള് കാലത്ത്
ഇതുങ്ങളുടെ തീറ്റയും പാൽ കൊടുക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പുറത്തേക്ക് അഴിച്ചിടും, ഫ്രീ ആക്കും. ഈ പശുക്കുട്ടികളെ എങ്ങനെയാണ് ചേട്ടാ സംരക്ഷിക്കുന്നത്? അതായത് എന്തെങ്കിലും അതൊക്കെ പൊക്കിലിനൊക്കെ പഴുപ്പ് ഓ അതൊക്കെ മരുന്ന് ഒഴിക്കും. പിന്നെ അങ്ങനെ പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കും, വിരയ്ക്ക് മരുന്ന് മാസം മാസം കൊടുക്കും. കാരണം ഞാൻ ചോദിക്കാൻ കാരണം ഇതിനകത്ത് നല്ല കെയറിങ് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നല്ല കെയർ വേണം. എന്തൊക്കെ ചെയ്യുന്നത് അതാണ് ചോദിച്ചത്. നമ്മൾ വിരമരുന്ന് തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. 6 മാസം കൂടുമ്പോൾ 6 മാസമല്ല, മാസം മാസം കൊടുക്കും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കൊറ്റമത്തുള്ള ജോണിച്ചേട്ടൻ്റെ പശുഫാമിൻ്റെ വിശേഷങ്ങളാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.